കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം മുറുകവേ രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യവുമായി ഡോക്ടർ മിനി കാപ്പൻ പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച് VCക്ക് കത്ത് നൽകി. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് VC ഉത്തരവിറക്കിയത്. ഹാൻസ് ജോൺ നൽകും വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ്, ഈ പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ നിലവിലെ വിവാദങ്ങൾ ആണോ അതിന് എല്ലാം കാരണം? എന്താണ് ഈ കത്തിൽ മിനി കാപ്പൻ പറയുന്നത്? തീർച്ചയായും അരുണ്യ, കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇത്തരത്തിൽ ഡോക്ടർ മിനി കാപ്പനെ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കുന്നത്. പിന്നീട് ഇന്നലെ സർവകലാശാല ഔദ്യോഗികമായി ഉത്തരവ് പകർപ്പ് ഇറക്കുകയും ചെയ്തു. പക്ഷേ തനിക്ക് മെയിൽ ലഭിച്ച സാഹചര്യം മുതൽ തന്നെ ഇത്തരത്തിൽ വിവാദങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടായിരുന്നു മിനി കാപ്പൻ സ്വീകരിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആദ്യ മെയിൽ ലഭിച്ചപ്പോൾ ഇത് സ്വീകരിക്കാൻ തയ്യാറായെങ്കിലും പക്ഷേ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമായതിനാൽ തന്നെ ഇപ്പോൾ ഇതിലൊരു തീരുമാനമെടുക്കാൻ താല്പര്യമില്ലെന്നും മറുപടി പറയാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടായിരുന്നു ഡോക്ടർ മിനി കാപ്പൻ സ്വീകരിച്ചിരുന്നത്. രജിസ്ട്രാറുടെ മുറിയിലേക്ക് എത്താൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷേ നിലവിൽ വിവാദം വീണ്ടും കൊഴുക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ മിനി കാപ്പൻ തനിക്ക് ഈ പദവിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിനെ കത്തയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നുമാണ് ഈ കത്തിൽ കുറിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. കാരണം ആദ്യം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയതിനു ശേഷം ഇവിടെ തന്നെ സർവകലാശാലയിൽ തന്നെയുള്ള ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ P ഹരികുമാറിനെ ഇത്തരത്തിൽ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ചുകൊണ്ട് ആദ്യം ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ അനുവാദമില്ലാതെ 2 ആഴ്ചത്തെ അവധിയിൽ P ഹരികുമാർ പ്രവേശിക്കുകയും അതിനെ തുടർന്നാണ് പ്ലാനിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മിനി കാപ്പന് ഈ നിയമനം നൽകിക്കൊണ്ട് ചുമതല നൽകിക്കൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കുന്നത്. പക്ഷേ ആ ഉത്തരവിൽ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ തനിക്ക് പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് ഡോക്ടർ മിനി കാപ്പൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി ഈ കത്ത് അംഗീകരിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം നിയമിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. അരുണ്യ, രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ മിനി കാപ്പന്റെ ആവശ്യം. വിവാദങ്ങൾക്ക് താല്പര്യമില്ല എന്നും VCക്ക് നൽകിയ കത്തിൽ ഡോക്ടർ മിനി കാപ്പൻ പറയുന്നു. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.